ഹായ് മക്കളെ, നമ്മൾ ഇന്ന് വയ്ക്കാൻ പോകുന്നത് ഒരു പുതിയ കറിയാണ്. ആ കറിയുടെ പേരാണ് ഉണങ്ങിയ ചുണ്ടങ്ങ വെണ്ടയ്ക്ക ചാറ് കറി. അപ്പോഴാ ഉണങ്ങിയ ചുണ്ടങ്ങ, സാധാരണ ഈ ചുണ്ടങ്ങ നമ്മുടെ തൊടികളിൽ കാണപ്പെടുന്നതാണ്. നമ്മളൊക്കെ വിഷമാണെന്നും പറഞ്ഞ് അതിനെ ത്യജിച്ച് കളഞ്ഞതാണ്. എന്നാൽ അത് വളരെയേറെ പോഷക മൂല്യമുള്ള ഒരു വസ്തുവാണ്. ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ടർക്കിഷ് ബെറി എന്നാണ്. ഇത് ഉണക്കിയെടുക്കുന്നത് ഇതിനെ പിച്ചിക്കൊണ്ട് വന്ന് കീറി അതിൻ്റെ അരി എടുത്ത് കളഞ്ഞിട്ട് മഞ്ഞൾ തേച്ച് വെയിലത്ത് വെച്ച് ഉണക്കും. അങ്ങനെ ചെയ്തതാണ് ഇവിടെ ഇരിക്കുന്ന ഉണങ്ങിയ ചുണ്ടങ്ങ. അതേപോലെ തന്നെ അതിനപ്പുറത്തിരിക്കുന്നത് വെണ്ടയ്ക്കയാണ്. അപ്പോൾ ഉണങ്ങിയ വെണ്ടയ്ക്കയാണത്. കണ്ടല്ലോ, ഉണങ്ങിയ വെണ്ടയ്ക്ക. അതും ഇതേപോലെ ഉണക്കിയെടുത്തതാണ്. അതിനപ്പുറത്തിരിക്കുന്നത് ഉരുളൻകിഴങ്ങാണ്. കറിക്ക് ആവശ്യമായ ഉരുളൻകിഴങ്ങിനെയാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത്. പിന്നീട് സവോള, പച്ചമുളക്, കറിവേപ്പില, വറയിടാനുള്ള മുളക്, ഉള്ളി, കറിവേപ്പില, തക്കാളി, ഉപ്പ്, എണ്ണ, പുളി, വെള്ളം. ഇനി നമുക്ക് പ്രധാനമായും ഇതിൻ്റെ മസാലക്കൂട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മച്ചി അത് കാണിച്ചു തരാം. എന്തൊക്കെയാണ്? തേങ്ങയുണ്ട്, നല്ല ജീരകം 1 സ്പൂണുണ്ട്, 4-5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ചുമന്ന മുളക് 4 എണ്ണം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ശകല ഉപ്പ്. ഇതെല്ലാവുമാണ് ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യം അരയ്ക്കാൻ പോകുന്നത്. അപ്പം മസാലയ്ക്കുള്ളത് അരച്ച് വെച്ചിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം അമ്മച്ചി പോയി അരച്ചിട്ട് വരട്ടെ. ഞാൻ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മിക്സിയിൽ നിന്ന് ജാറിൽ നിന്ന് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചു. ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നു. അപ്പോഴിനി ഞാൻ അടുപ്പ് ചട്ടി വയ്ക്കുന്നു, തീ കത്തിക്കാൻ പോവുകയാണ്. തീ കത്തിച്ചു, ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ചട്ടി ചൂടായി, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് സവോള കൊടുക്കാം. അതിനൊപ്പം നമുക്ക് പച്ചമുളക് കൊടുക്കാം. ഒന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഇതൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചുണ്ടങ്ങ ചേർക്കുന്നുണ്ട്. ഒന്ന് വഴന്ന് വരട്ടെ. ചുണ്ടയ്ക്കാൻ കൊടുക്കാം. ചുണ്ടങ്ങ ചുണ്ടങ്ങയ്ക്കൊപ്പം തന്നെ നമുക്ക് വെണ്ടയ്ക്കായൂടെ കൊടുക്കാം. അതെ, എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കാം.
ഇതിൻ്റെ കൂടെ നമുക്ക് കിഴങ്ങും കൂടെ കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് ചേർത്തൊന്ന് നന്നായി വഴറ്റാം. നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം. ഇനി ഇത് നന്നായി വേവട്ടെ. അപ്പോൾ അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാമേ. ഇതാ കണ്ടോ, വെള്ളം വറ്റാറായി. ഏകദേശം എല്ലാം വെന്തു, 3/4 ഭാഗവും വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് കൊടുക്കാം. അരപ്പ് കൊടുക്കുകയാണ്. അരപ്പ് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ചാറുകറിയാണല്ലോ, നമുക്കപ്പോൾ ആ പ്ലേറ്റ് ശകലം വെള്ളവും കൂടെ ചേർത്ത് കഴുകി ഒഴിക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്നു. കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്തു. ഇനി നമുക്ക് ഇതിനി ഒന്ന് തിളക്കട്ടെ. നമുക്ക് അടച്ചു വയ്ക്കാം. അടപ്പ് നമുക്ക് മാറ്റി. അരപ്പ് ചൂടായി. ഇതിൽ നമുക്ക് പുളിവെള്ളവും കൂടെ ഒഴിക്കാം. പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടി കൊടുക്കാം. നമ്മൾ അരപ്പുണ്ടാക്കിയപ്പോൾ ഇതിനാവശ്യമായ ഉപ്പ് ചേർത്തായിരുന്നല്ലോ. അപ്പോൾ ഇനി ഉപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തിളച്ച് വറ്റിയാൽ മതി. അപ്പോൾ 2 കറിവേപ്പിലയും കൂടി ഇപ്പോൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് മൂടി വയ്ക്കട്ടെ. നമുക്ക് കറി നോക്കാം. കറി പാകമായിട്ടുണ്ട്. നന്നായി. ചാറ് കറിയാണല്ലോ, നമുക്ക് ഇത്രയും ചാറ് വേണം. ഇനി ഇത് ചാറ് കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാൻ പറ്റുമോ? ചാറ് കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. നമുക്ക് ഇത്രയും ചാറ് വേണം. ദേ കണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങി വയ്ക്കാൻ പോവുകയാണ്. വാങ്ങി വെച്ചിട്ടാണ് നമ്മൾ കടുക് മൂപ്പിച്ചിടാൻ പോകുന്നത്. നമ്മൾ കറി ഇറക്കി വെച്ചു. ഇനി വറയിടാൻ വേണ്ടി, അതായത് കടുക് മൂപ്പിക്കാൻ വേണ്ടി ചീനച്ചട്ടി അടപ്പത്ത് വയ്ക്കാൻ പോകും. ചട്ടി ഞാൻ അടപ്പത്ത് വെക്കാൻ പോവുകയാണ്. ചട്ടി ഒന്ന് ചൂടാകട്ടെ. ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായി. നമ്മൾ എണ്ണ കൊടുക്കുന്നു. എണ്ണ ചൂടായി. നമുക്ക് കടുക് ഇടാം. കടുക് പൊട്ടുന്നുണ്ട്. ഏകദേശം പൊട്ടി തീരാറായി. ഇനി നമുക്ക് വറമുളകും ഉള്ളിയും ഇടാം. വറമുളകും ഉള്ളിയുമാണ് ഇട്ടേക്കുന്നത്. നല്ല. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ കൊടുക്കാം. നന്നായി മൂക്കട്ടെ. നമുക്ക് തീ നിർത്താം. കറിയിലോട്ട് ഞാൻ ഒഴിക്കുകയാണ്.
അപ്പോൾ താളിച്ചിട്ടുണ്ട്. ചുണ്ടങ്ങ വെണ്ടയ്ക്ക ചാറുകറി റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇനി ഒരു അടുത്ത വീഡിയോയുമായി വരുവോളൂ. ബൈ മക്കളെ.